ഹലോ, എല്ലാവർക്കും പാരമ്പര്യയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ എന്ന് പറയുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഈ ഉന്നക്കായ എന്ന് പറയുന്നത് നമ്മുടെ പഴംപൊരിയുടെയൊക്കെ ആ ഒരു സഹോദര സ്ഥാനത്ത് വരുന്ന ഒരു സ്നാക്കാണെന്ന് തന്നെ പറയാം. പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് ഒരല്പം കൂടെ ഒന്ന് സമയം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സ്വാദുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇത്ര ഏത്തപ്പഴം എടുത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 3/4 കിലോയോളം വരും കേട്ടോ ഏത്തപ്പഴം. ഞാനിപ്പോൾ ഇത്രയും കൂടുതൽ എടുത്തത് എന്തിനാന്ന് വെച്ചാൽ ഇന്ന് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര എടുത്തത്. അത് മാത്രമല്ല, ഈ പഴം ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ അത് ഇരുന്നതിൻ്റെ പഴുത്തു. അപ്പോൾ നാളത്തേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് അത് ഒരുപാടങ്ങ് പഴുത്തു പോകും. അപ്പോൾ അങ്ങനെ ഒത്തിരി പഴുത്ത പഴത്തിൽ നമ്മൾ ഉന്നക്കായ എടുക്കുമ്പോഴത്തേക്ക് അത് നമുക്ക് ഉരുട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇന്നിത് മൊത്തവും എടുത്തത്. പിന്നെ നമുക്ക് വീട്ടിൽ സാധാരണ വൈകിട്ടൊക്കെ ചായക്ക് സ്നാക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു 2-3 പഴം എടുത്താൽ മതി കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള മെമ്പേഴ്സിൻ്റെ എണ്ണം അനുസരിച്ചിട്ട് ഒരു 2-3 പഴം മതിയാവും. പിന്നെ ഇതുപോലെ പഴം ഇരുന്ന് പഴുത്തു പോകുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉന്നക്കായ ഉരുട്ടി നമുക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അത് ഞാൻ ഉരുട്ടുന്ന സമയത്ത് പറയാം. പിന്നെ എളുപ്പ വഴിക്കായിട്ട് കുറച്ച് നാളെ പൊരിക്കാനോ നാളെ മറ്റന്നാൾ പൊരിക്കാനോ ഒക്കെ ഉരുട്ടി നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് ഞാൻ പിന്നെ പറയാം. ഇപ്പം നമുക്ക് ഈ പഴം രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തുകൊണ്ട് വരാം. ഒരുപാടങ്ങ് വേകണ്ട, ഒരല്പം ഒരു പകുതി വേവിൽ ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് വരാം. ഇതുപോലെ ഞാൻ ആ പഴമൊക്കെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത് ഇഡ്ഡലി കുക്കറിലോട്ടാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ അടുപ്പിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പഴമല്ലേ, നല്ല പഴുത്ത പഴമായിരുന്നല്ലോ, അതുകൊണ്ട് നന്നായിട്ട് വെന്തു. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ആ തൊലിയൊക്കെ അങ്ങ് പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ പഴമൊക്കെ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് അതിനകത്തുള്ള ആ അരിയൊക്കെ ഉണ്ടാവുമല്ലോ, അരി ഉണ്ടാവും. ചില പഴത്തിനകത്ത് ചിലപ്പം കട്ടി ഉണ്ടാവും, ചെറിയ ചെറിയ കട്ടിയായിട്ട് അവിടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ എടുത്തങ്ങ് മാറ്റണം. പിന്നെ അതിൻ്റെ പുറത്തുള്ള ഇതുപോലുള്ള ഈ നാരൊക്കെ ഉണ്ടാവും. ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ആ പഴം നല്ല മാംസമായിട്ട് മാത്രം എടുക്കണം നമ്മൾ. പ്രത്യേകിച്ചും ആ കട്ടിയും നാരും ഈ അരിയും ഒക്കെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് അകത്തുനിന്ന് ചുരണ്ടി എടുത്ത് കളഞ്ഞതിന് ശേഷം, ഇതിപ്പോൾ നല്ല പഴുത്ത പഴം ആയതുകൊണ്ട് അത് എനിക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും പഴുക്കാത്ത പഴമാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ വരും അത്. ഇപ്പോൾ അതെല്ലാം ഞാനത് എടുത്ത് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം നിങ്ങളുടെ ഈ സ്മാഷർ ഉണ്ടെങ്കിൽ സ്മാഷർ വെച്ചോ, അല്ലെങ്കിൽ കൈ വെച്ചോ, ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഇതുപോലത്തെ ഗ്ലാസിൻ്റെ മൂട് വെച്ചോ ഒന്ന് കുത്തി നല്ല സ്മാഷ് ചെയ്ത് ഇതുപോലെ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ. എനിക്കിപ്പോൾ ഇത്രയും പഴം ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്രയും മാവുള്ളത്. നിങ്ങൾ സ്നാക്കിനൊക്കെ എടുക്കുമ്പോൾ 2-3 പഴമല്ലേ കാണത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു 4/1 ഭാഗം മാവേ കാണത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നല്ല മയമായിട്ട് കയ്യിലൊരല്പം എണ്ണ പുരട്ടിയാൽ മതി. എന്നിട്ട് കുഴച്ച് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ എടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അല്പം നട്ട്സ് ഇട്ട് കൊടുക്കാം. ഒരല്പം റൈസിൻസ് ഇട്ട് കൊടുക്കാം. ഞാനിത് ഈ സ്മൂത്തിക്കൊക്കെ എടുക്കുന്ന റൈസിൻസ് ആയതുകൊണ്ടാണ് ഇത്ര കറുത്ത കളറിലുള്ളത്. മറ്റേ റൈസിൻസ് ആണെങ്കിൽ അതാണ് ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇത് ഹെൽത്തിയാണ്. പക്ഷേ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമുക്ക് മറ്റേ റൈസിൻസ് ഇതിനെക്കാട്ടിയും നല്ല ഒരു ടേസ്റ്റ് ഉള്ളതുപോലെയാണ് എൻ്റെ ഒരു അനുഭവം. ഇനി നമുക്കൊരു 1 കപ്പ് തേങ്ങ ചിരകിയത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് റോസ്റ്റ് ആവുമൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ലതുപോലെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി. ഇനി നമുക്കൊരല്പം ശർക്കര ആഡ് ചെയ്യണം അതിനകത്തോട്ട്. നിങ്ങൾക്ക് സാധാരണ ശർക്കരയാണുള്ളതെങ്കിൽ അത് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ നാട്ടു ശർക്കരയുണ്ട്, നല്ല നാടൻ ശർക്കര, അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പൊടിച്ചത്, പൊടിയായിട്ട് തന്നെ ഞാൻ മേടിച്ചതാണ് അത്. അപ്പോൾ അത് നമ്മുടെ ആവശ്യത്തിനുള്ള മധുരത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. അല്പം ഇട്ട് കൊടുത്തിട്ട് അത് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ അല്പം വെള്ളമായി പോയാലോ. അപ്പം ഓഫ് ചെയ്തതിന് ശേഷം ഈ ശർക്കരയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരുപാട് റോസ്റ്റ് ഒന്നും ആകണ്ട, ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെച്ചാൽ മാത്രം മതി. നെയ്യ് വേണമെങ്കിൽ ഒരല്പം കൂടെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒഴിച്ചില്ല, ആദ്യം ഒഴിച്ച് ആ ഒരു 2-2.5 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ഉള്ളൂ.
ഇനി ഒരു 2-3 ഏലക്ക പൊടിച്ച് കുത്തിച്ചതച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴേ എൻ്റെ മൊബൈൽ ചാർജ് അങ്ങ് ഔട്ടായിപ്പോയി. അപ്പോൾ ഞാൻ മൊബൈൽ ചാർജറിൽ കുത്തിയിട്ടതിന് ശേഷം അത് ചാർജ് ആവുന്ന സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 4-5 ഉന്നക്കായ ഞാനങ്ങ് ഉരുട്ടി വെച്ചു. ഇപ്പം എൻ്റെ മൊബൈൽ ചാർജ് ആവശ്യത്തിന് കയറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ എടുത്തിട്ട് വന്ന് അതെങ്ങനെയാണ് ഞാൻ ഉരുട്ടിയെന്നുള്ള ഡെമോ ഇപ്പോൾ കാണിച്ചു തരാം. ഇതുപോലെ അല്പം സാമാന്യം വലിപ്പത്തിലുള്ള ഒരു ഉരുള എടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ എടുക്കുന്നതിനെക്കാട്ടിയും അല്പം കൂടെ വലിയ ഒരു ഉരുള, കാരണം ഒരുപാട് കട്ടി കുറവായി പോരുതല്ലോ, നമുക്കകത്ത് ഫില്ലിംഗ് ഒക്കെ വെക്കാനുള്ളതല്ലേ. അപ്പോൾ കയ്യിലൊരല്പം എണ്ണയോ നെയ്യോ തടവിയതിന് ശേഷം ഇതുപോലെ കയ്യിൽ വെച്ച് ഒന്ന് റൗണ്ടായിട്ട് പരത്തിയതിന് ശേഷം കട്ടി കുറഞ്ഞു പോയാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെക്കുന്ന ഈ ഫില്ലിംഗ് ഒക്കെ വെളിയിൽ ചാടും. അതുകൊണ്ട് ഒരു സാമാന്യം ഒരു കട്ടിക്ക് നമുക്കത് പരത്തുമ്പോൾ മനസ്സിലാവും നമുക്ക് എത്രയും കട്ടി വേണം എന്നുള്ളത്. അതിനുശേഷം ഒരു 1-1.5 സ്പൂണോ ഒക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ഫില്ലിംഗ് ഒക്കെ അകത്ത് തന്നെ ഇരിക്കുന്ന പോലെ വെളിയിലൊന്നും ചാടാത്ത വിധത്തിൽ അരിവൊക്കെ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നല്ലതുപോലെ അരിവൊക്കെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം കയ്യിൽ വെച്ച് തന്നെ ഒരു നീളമായിട്ട് തന്നെ അങ്ങ് ഉരുട്ടി കൊടുക്കുക. ഇതുപോലെ ഒരു നീളത്തിൽ ഉരുട്ടി കൊടുക്കുക. ഇതാണ് ഉന്നക്കായുടെ ഷേപ്പ്. ഇതുപോലെ നമ്മളെല്ലാം ഉരുട്ടിയെടുത്ത് വെക്കുക. ഞാനിപ്പോൾ എല്ലാം ആ ചെയ്തു വെച്ച പഴത്തിൽ മൊത്തം ഞാൻ ഉരുട്ടിയില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ ഗസ്റ്റ് വരുന്നുണ്ടെന്ന്. അപ്പം അത്യാവശ്യത്തിന് ഇപ്പം കഴിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉരുട്ടി വെച്ചുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എണ്ണ അടുപ്പിലോട്ട് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് പറക്കിയിട്ട്, ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കരുതേ, മീഡിയം ഫ്ലെയിം മതി. ഇതിനകത്ത് പഴം നമ്മൾ വേവിച്ചതാണ്, മറ്റേ തേങ്ങയും ഒക്കെ അത്യാവശ്യം ഒരല്പം ചൂടിലൊന്ന് റോസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി വേകാൻ ഇതിനകത്ത് യാതൊന്നും ഇല്ല. അപ്പം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. പെട്ടെന്നാവും കേട്ടോ, ഇത് എളുപ്പം ആവും. നമ്മൾ ഈ പഴം വേവിക്കുന്നതും ഉടച്ചെടുക്കുന്നതും ആ നാര് കളയുന്നതും അതൊക്കെ ഉള്ളൂ അല്പം പണികളെന്ന് പറയുന്നത്. ഇപ്പം ഉന്നക്കായ നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം ഇതിന് എത്രമാത്രം സ്വാദുണ്ടാവും എന്നുള്ളത്. ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ പിറ്റേ ദിവസം അതേ സമയമാകുമ്പോൾ നാവിൽ കപ്പൽ ഓടിക്കുന്ന പോലെ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു നല്ല സ്നാക്കാണ് കേട്ടോ. പഴംപൊരി ലവേഴ്സിനെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അകമൊക്കെ നല്ല ഒരു ക്രിസ്പിയായിട്ടും സോഫ്റ്റായിട്ടും ഉള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പം വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വരാം. ഹാവ് എ ഗുഡ് ഡേ. ബൈ.